നമസ്കാരം. നിങ്ങൾ നടന്ന് കിട്ടണമെന്ന് മനസ്സിൽ വിചാരിക്കുന്ന കാര്യം ഉടനെ നിങ്ങൾക്ക് നടന്ന് കിട്ടുമോ, അല്ലെങ്കിൽ അത് നടന്ന് കിട്ടാൻ കാലതാമസം എടുക്കുമോ എന്നുള്ള കാര്യമാണ് നോക്കുന്നത്. അതിനായിട്ട് നടന്ന് കിട്ടണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏതെങ്കിലും ഒരു കാര്യം മനസ്സിൽ വിചാരിച്ച് മനസ്സൊന്ന് ഏകാഗ്രമാക്കി നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവിക ശക്തിയെ നന്നായിട്ട് പ്രാർത്ഥിച്ച് ഇവിടെ തന്നിട്ടുള്ള ഈ 2 ചിത്രങ്ങളിൽ നിന്നും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു ചിത്രം മാത്രം തിരഞ്ഞെടുക്കുക. ആദ്യമായിട്ട് ഒന്നാമത്തെ തുളസിയില തിരഞ്ഞെടുത്തവരുടെ ഫലങ്ങളിലേക്കാണ് കടക്കുന്നത്. ഈ ഒരു സമയം നിങ്ങൾ വളരെയധികം സങ്കടങ്ങൾ അനുഭവിക്കുന്നുണ്ട്. നിങ്ങളുടെ ബന്ധങ്ങൾക്ക് മേൽ അല്ലെങ്കിൽ നിങ്ങളുടെ സാമ്പത്തികത്തിന് മേൽ നിങ്ങൾ വളരെയധികം വിഷമം ഈ ഒരു സമയം അനുഭവിക്കുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട്. ഇതിനൊരു പരിഹാരമായി ഇവിടെ പറയാൻ കഴിയുന്നത് പ്രാർത്ഥന മാത്രമാണ്. നിങ്ങളുടെ വിഷമങ്ങൾ, പ്രശ്നങ്ങളൊക്കെ ഇല്ലാതാകാൻ നിങ്ങളുടെ ഇഷ്ടദേവതയെ മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുക. തീർച്ചയായിട്ടും പ്രതിസന്ധികൾ നിറഞ്ഞ നിങ്ങളുടെ ഇപ്പോഴത്തെ ഈ ഒരു സാഹചര്യത്തിൽ മാറ്റങ്ങൾ വന്നു ചേരാൻ നിങ്ങളുടെ ഇഷ്ടദേവതയോടുള്ള പ്രാർത്ഥന നിങ്ങൾക്ക് വളരെയധികം സഹായകമാകുന്നതാണ്. അതുപോലെ നിങ്ങളെക്കുറിച്ച് ഇവിടെ കാണുന്ന മറ്റൊരു കാര്യമാണ്, നിങ്ങൾക്ക് നല്ലത് വന്നു ചേരുന്നതിൽ അസൂയപ്പെടുന്ന ധാരാളം ആളുകൾ നിങ്ങൾക്ക് ചുറ്റുമുണ്ട് എന്നത്. അതൊരു പക്ഷേ നിങ്ങൾക്ക് മുന്നിൽ ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന നിങ്ങൾ പ്രിയപ്പെട്ടത് എന്ന് വിചാരിക്കുന്നവരിൽ പലരുമാവാം. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ആഗ്രഹങ്ങളെക്കുറിച്ചോ നിങ്ങളുടെ സമ്പത്തിനെക്കുറിച്ചോ ഒന്നും തന്നെ ആരോടും മനസ്സ് തുറക്കാതിരിക്കുക. വളരെയധികം സൂക്ഷിച്ച് മുന്നോട്ട് പോയാൽ നിങ്ങൾക്ക് ആഗ്രഹ സാഫല്യവും ജീവിതത്തിൽ വലിയ വിജയങ്ങളുമൊക്കെ വന്നു ചേരുന്നതാണ്. എന്ത് നല്ല കാര്യങ്ങൾ ചെയ്യാനും അതുപോലെ തന്നെ മറ്റുള്ളവരെ ഏതു വിധേനയും സഹായിക്കാനുമൊക്കെ ഒരു മടിയും നിങ്ങൾ കാണിക്കാറില്ല. പല ആപത്തുകളും, അതായത് നിങ്ങൾക്ക് വന്നു ചേരേണ്ട പല ആപത്തുകളും നിങ്ങളിൽ നിന്നും ഒഴിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ, പല നല്ല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേർന്നിട്ടുണ്ടെങ്കിൽ, അതെല്ലാം നിങ്ങളുടെ കർമ്മഫലം കൊണ്ടും ഈശ്വരനിൽ നിങ്ങൾ അടിയുറച്ച് വിശ്വസിക്കുന്നതിൻ്റെ ഫലമായിട്ടൊക്കെ നിങ്ങൾക്ക് വന്നു ചേർന്നിട്ടുള്ള അനുഗ്രഹങ്ങൾ തന്നെയാണ്. സ്നേഹവും കരുണയും എല്ലാം ഒരുപാടുള്ള കൂട്ടത്തിൽ തന്നെയാണ് നിങ്ങളുള്ളത്. അതുപോലെ തന്നെ സ്വന്തം കഴിവിൽ വളരെയധികം ആത്മവിശ്വാസം നിങ്ങൾക്കുണ്ട്. നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നതും കഴിയാത്തതുമായ കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായ ഒരു ധാരണ നിങ്ങളിലുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പ്രവർത്തികൾ മൂലം നിങ്ങളൊരു അബദ്ധത്തിലും ചെന്നെത്താറില്ല. എല്ലാ കാര്യങ്ങളിലും നിങ്ങൾ വിജയം കണ്ടെത്താറുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവിക ശക്തിയുടെ ആ ഒരു സംരക്ഷണ വലയത്തിൽ തന്നെയാണ് നിങ്ങളുള്ളത്. അതിനാൽ ഒന്നിനെക്കുറിച്ച് ഓർത്തും നിങ്ങൾ ആശങ്കപ്പെടേണ്ടതില്ല. ഇപ്പോൾ നിങ്ങൾ മനസ്സിൽ വിചാരിച്ച ആ ഒരു കാര്യവും നിങ്ങളുടെ പ്രാർത്ഥന കൊണ്ടും നിങ്ങളുടെ പരിശ്രമം കൊണ്ടും നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയുന്നതാണ്. ആ ഒരു കാര്യം വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുമെന്നാണ് ഇവിടെ മനസ്സിലാക്കാൻ കഴിയുന്നത്. നല്ലത് വന്നു ചേരുമെന്ന ശുഭപ്രതീക്ഷയോടെയും ഈശ്വര ചിന്തയോടെയും മുന്നോട്ട് പോവുക. ഇനി മുന്നോട്ടും ഈശ്വരൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ്. അപ്പോൾ ഇതായിരുന്നു ഒന്നാമത്തെ തുളസിയില തിരഞ്ഞെടുത്തവരുടെ റീഡിങ്. ഈ ഒരു റീഡിങ് ഒരു ജനറൽ റീഡിങ് ആയതുകൊണ്ട് തന്നെ ഇതിൽ പറഞ്ഞ നിങ്ങളുടെ സ്വഭാവങ്ങളും ഫലങ്ങളും ഒക്കെ എല്ലാവർക്കും ഒരുപോലെ ശരിയായിട്ട് വരണമെന്നില്ല. പലർക്കും തെറ്റാവാം. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ശരിയായി വന്നാൽ മാത്രം ഇതിനെ പോസിറ്റീവായിട്ട് എടുക്കുക. ഇനി നിങ്ങൾക്ക് തെറ്റായിട്ടാണ് വരുന്നതെങ്കിൽ വിട്ടുകളയുക. ഇനി രണ്ടാമത്തെ ചിത്രം തിരഞ്ഞെടുത്തവരുടെ റീഡിങ്ങിലേക്കാണ് പോകുന്നത്. നിങ്ങൾക്ക് ഈ അടുത്ത കാലത്ത് ശത്രുക്കളുടെ എണ്ണം വളരെയധികം വർദ്ധിച്ചു വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ കുടുംബ പ്രശ്നങ്ങളും സാമ്പത്തികവുമായി ബന്ധപ്പെട്ട പല വിഷമങ്ങളും നിങ്ങളെ ഇപ്പോൾ വല്ലാതെ അലട്ടുന്നുണ്ട് എന്നാണ് ഇവിടെ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് പലരിൽ നിന്നും ധാരാളം കുത്തുവാക്കുകളും ഒറ്റപ്പെടലുമെല്ലാം നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഒരുപക്ഷെ ഇപ്പോഴും നേരിട്ടുകൊണ്ടിരിക്കുന്നു എന്ന് തന്നെ പറയാം. ഒരു സമയത്ത് നിങ്ങളിൽ നിന്നും സഹായം നേടിയിട്ടുള്ള പലരും അതുപോലെ തന്നെ
നിങ്ങൾ വിശ്വസിച്ച് പ്രതീക്ഷിച്ച് കൂടെ നിർത്തിയ പലരും ഈ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ നിങ്ങളിൽ നിന്നും അകന്നു പോയി, അല്ലെങ്കിൽ നിങ്ങളുമായി ശത്രുതയിലായി എന്ന് തന്നെ പറയാം. അതുപോലെ സ്വപ്നം കാണാൻ ഒരുപാട് ഇഷ്ടമുള്ള കൂട്ടത്തിലാണ് പൊതുവെ നിങ്ങളുള്ളത്. ഇപ്പോൾ ജീവിതത്തിൽ ഒരിക്കലും നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയില്ല എന്ന് കരുതുന്ന പല കാര്യങ്ങളും നിങ്ങൾ സ്വപ്നത്തിലൂടെ നേടിയെടുക്കാറുണ്ട്. അതിലൂടെ നിങ്ങൾ സംതൃപ്തി നേടാറുണ്ട്. അതുപോലെ തന്നെ ചില കാത്തിരിപ്പുകൾ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്നുണ്ട്. ആരുടെയൊക്കെയോ മടങ്ങി വരവ് നിങ്ങൾ വല്ലാതെ ആഗ്രഹിക്കുന്നുണ്ട്. എന്നാൽ അത് യാഥാർത്ഥ്യമാകുമോ എന്ന് നിങ്ങൾക്ക് ഉറപ്പില്ല. പക്ഷേ ആരൊക്കെയോ നിങ്ങൾക്കരികിലേക്ക് മടങ്ങി എത്തുമെന്ന് നിങ്ങൾ വല്ലാതെ പ്രതീക്ഷിക്കുന്നുണ്ട്. ആ ഒരു കാത്തിരിപ്പിലാണ് നിങ്ങളിപ്പോഴുള്ളത് എന്ന് ഇവിടെ കാണുന്നുണ്ട്. അവരുടെ അകൽച്ചയിൽ വളരെയധികം മാനസിക വിഷമങ്ങളും നഷ്ടവും നിങ്ങളിപ്പോൾ അനുഭവിക്കുന്നുണ്ട്. പൊതുവെ കുഞ്ഞുങ്ങളുടെ മനസ്സാണ് നിങ്ങൾക്കുള്ളത്. ഇപ്പോൾ ചെറിയ കാര്യമായാൽ പോലും പെട്ടെന്ന് നിങ്ങളുടെ മനസ്സ് വിഷമിക്കാറുണ്ട്. അതുപോലെ തന്നെ പ്രിയപ്പെട്ടവർക്ക് എന്തെങ്കിലും ആപത്ത് വരുമോ എന്ന് ചിന്തിച്ച് അനാവശ്യമായിട്ട് നിങ്ങൾ ടെൻഷൻ അടിക്കാറുണ്ട്. ചുരുക്കി പറഞ്ഞാൽ മനോബലം തീരെ ഇല്ലാത്ത കൂട്ടത്തിലാണ് നിങ്ങളുള്ളത്. അതുപോലെ തന്നെ നിങ്ങളുടെ ഇഷ്ടദേവത നിങ്ങളോടൊപ്പം ഉണ്ടെന്നുള്ള ഒരു വിശ്വാസമാണ് ധൈര്യത്തോടെ മുന്നോട്ട് പോകാനായിട്ട് നിങ്ങളെ പ്രേരിപ്പിക്കുന്നത്. ആ ഒരു വിശ്വാസം പോലെ തന്നെ നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവിക ശക്തി നിങ്ങളോടൊപ്പം തന്നെയുണ്ട്. അതുപോലെ തന്നെ മനസ്സിൽ സങ്കടങ്ങളൊക്കെ വരുമ്പോൾ ഇഷ്ടദേവതയുടെ നാമങ്ങൾ നിത്യവും ചൊല്ലുന്നതിലൂടെ മനസ്സിന് ശാന്തിയും സമാധാനവുമൊക്കെ കൈവരുന്നതാണ്. ഇവിടെ നിങ്ങളുടെ ഫലം പറയുന്നത് ഇപ്പോഴത്തെ നിങ്ങളുടെ ഈ ഒരു പ്രതിസന്ധി ഘട്ടം, അതുപോലെ തന്നെ നിങ്ങളുടെ മാനസിക വിഷമതകളൊക്കെ നിങ്ങളെ വിട്ടൊഴിയാൻ കുറച്ച് സമയം എടുക്കും എന്നാണ്. അതുപോലെ തന്നെ നിങ്ങൾ മനസ്സിൽ ഉദ്ദേശിച്ച ആ ഒരു കാര്യവും നടന്നു കിട്ടാനായിട്ട് കുറച്ച് കാലതാമസം നേരിടുന്നതാണ്. പക്ഷേ നിങ്ങൾ ഒരിക്കലും നിരാശപ്പെടേണ്ടതില്ല. കുറച്ച് സമയം എടുത്തിട്ടായാലും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് അനുകൂലമായ മാറ്റങ്ങൾ വന്നു ചേരുക തന്നെ ചെയ്യും. നല്ലത് വന്നു ചേരുമെന്ന ശുഭപ്രതീക്ഷയോടെ പ്രാർത്ഥനയോടെ മുന്നോട്ട് പോവുക. അപ്പോൾ ഇതായിരുന്നു രണ്ടാമത്തെ ഈ ഒരു ചിത്രം തിരഞ്ഞെടുത്തവരുടെ റീഡിങ്. എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അതുകൊണ്ട് തന്നെ ഇതിൽ പറഞ്ഞ നിങ്ങളുടെ സ്വഭാവങ്ങളും ഫലങ്ങളും ഒക്കെ എല്ലാവർക്കും ഒരുപോലെ ശരിയാകണമെന്നില്ല, പലർക്കും തെറ്റാവാം. അതിനാൽ നിങ്ങൾക്ക് ശരിയായി വന്നാൽ മാത്രം ഇതിനെ പോസിറ്റീവായിട്ട് എടുക്കുക. ഇനി നിങ്ങൾക്ക് തെറ്റായിട്ടാണ് വരുന്നതെങ്കിൽ വിട്ടുകളയുക.